പാഠം 10. In this lesson, let us see how a completed action can be added to the first person to form a sentence. Moreover, we shall also see how to mark all the three timings, that is, past, present and the future tense. ഒരു നിശ്ചിത പ്രവൃത്തി ഒരു നിശ്ചിത സമയത്ത് മുഴുവനായതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞു എന്ന് ചേർക്കും. Let us look at some examples. ഈ ഉദാഹരണങ്ങൾ നോക്കാം. I have eaten my food. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. Have a look at the examples. Present, വർത്തമാനകാലം. present perfect. I go, ഞാൻ പോകുന്നു. I have gone. ഞാൻ പോയി കഴിഞ്ഞിരിക്കുന്നു. I drink, ഞാൻ കുടിക്കുന്നു. I have drunk. ഞാൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. You go, നിങ്ങൾ പോകുന്നു. you have gone. നിങ്ങൾ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. You drink, നിങ്ങൾ കുടിക്കുന്നു. you have drunk. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. He goes, അവൻ പോകുന്നു. he has gone. അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. He drinks, അവൻ കുടിക്കുന്നു. he has drunk. അവൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. She goes, അവൾ പോകുന്നു. she has gone. അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. She drinks, അവൾ കുടിക്കുന്നു. she has drunk. അവൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. We go, ഞങ്ങൾ പോകുന്നു. we have gone. ഞങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. We drink, ഞങ്ങൾ കുടിക്കുന്നു. we have drunk. ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. They go, അവർ പോകുന്നു. they have gone. അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. They drink, അവർ കുടിക്കുന്നു. they have drunk. അവർ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. To mark such changes in the past tense and future tense, we need to say it to mean work is completed or work will surely be completed. Example, I ate food. It is required to use similar changes in those sentences to mark the periodicity. ഇതുപോലെ തന്നെയാണ് ഭൂതകാലത്തിലും ഭാവികാലത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഭൂതകാലത്ത് ക്രിയ മുഴുമിപ്പിച്ചതിനെയും ഭാവികാലത്ത് മുഴുമിപ്പിക്കുന്നതിനെയും കാണിക്കുന്നു. ഭൂതകാലത്തെയോ ഭാവികാലത്തെയോ കുറിക്കുന്ന വാചകങ്ങളെ സമയത്തെ കാണിക്കുന്ന പദങ്ങളിൽ തുടരുന്നതാണ്. When I reached the station, the train had gone. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും തീവണ്ടി പോയിരുന്നു. He will have reached Chennai at 8 o'clock. അവൻ 8 മണിക്ക് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാവണം. Let us now learn few examples that mark the past and future tense. ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം. When I reached, Lata had sung. ഞാൻ ചെന്നപ്പോഴേക്കും ലത പാടിക്കഴിഞ്ഞിരുന്നു. When you come, I shall have reached home. നീ വരുമ്പോൾ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. When you rang, I had gone to the market. നീ വിളിച്ചപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞിരുന്നു.